അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇമാം ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തോടെ അഹ്ലുബൈത്തിൻ്റെ നേതൃത്വഭാരം മുഴുവൻ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ചുമലിലായി. മദീനയിൽ ജീവിതം ശാന്തമായി മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ സിറിയയിലെ ദമസ്കസിൽ വലിയ ഒരു ഭരണമാറ്റത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയായിരുന്നു. ആ മാറ്റങ്ങളാണ് പിന്നീട് കർബലയിലേക്കുള്ള വഴി തുറക്കുമായിരുന്നതെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. മുആവിയ ഇബ്നു അബൂ സുഫിയാൻ ഏകദേശം 20 വർഷത്തോളം അദ്ദേഹം മുസ്ലിങ്ങളെ ഭരിച്ചു. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് മുസ്ലിം രാജ്യത്തിൻ്റെ അതിർത്തികൾ വികസിച്ചു, ഭരണം ശക്തമായി, ഭരണകാര്യ സ്ഥിരതയുണ്ടായി. എന്നാൽ പ്രായം കൂടിയപ്പോൾ മുആവിയ ഒരു പുതിയ ചോദ്യത്തെ നേരിട്ടു: എൻ്റെ ശേഷം മുസ്ലിം ലോകത്തെ നയിക്കുന്നതാര്? മുമ്പുള്ള ഖലീഫമാരുടെ കാലത്ത് ഭരണകാര്യങ്ങൾ കുടുംബ പാരമ്പര്യമായി കൈമാറിയിരുന്നില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമറിനെ നിർദ്ദേശിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു ഒരു ഷൂറ സമിതി രൂപീകരിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിനെ തിരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷേ ഇപ്പോൾ മുആവിയ മറ്റൊരു വഴി ആലോചിക്കുകയാണ്. തൻ്റെ മകൻ യസീദിനെ അടുത്ത ഭരണാധികാരിയാക്കണം. ചരിത്രത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ച ഒരു തീരുമാനമായിരുന്നു അത്. കാരണം ഖലീഫത്തിൻ്റെ രീതിയിൽ നിന്ന് രാജവാഴ്ചയുടെ രീതിയിലേക്കുള്ള ആദ്യ ചുവടുവെപ്പായി പലരും കണ്ടു. ആരായിരുന്നു യസീദ്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് ഇത്രയധികം വിവാദങ്ങൾ ഉണ്ടായത്? യസീദ് ദമസ്കസിലാണ് വളർന്നത്. പലർക്കും അദ്ദേഹത്തെക്കുറിച്ച് നല്ല അഭിപ്രായമുണ്ടായിരുന്നു. പക്ഷേ മറ്റു ചിലർ യസീദിനെക്കുറിച്ച് മോശമായാണ് ചിത്രീകരിച്ചത്. യസീദിൻ്റെ ജീവിതശൈലിയെ പലരും വിമർശിച്ചു. പ്രത്യേകിച്ച് മദീനയിലുള്ള പ്രമുഖ സ്വഹാബിമാരും താബികളും ഇടയിൽ ഇങ്ങനെ ഒരു ആശങ്ക ഉയർന്നു. അവർ ചോദിച്ചു: മുസ്ലിം ലോകത്തിൻ്റെ നേതൃത്വം പാരമ്പര്യമായി കൈമാറുന്നത് ശരിയാണോ? ഉമ്മത്തിലെ ഏറ്റവും വലിയ യോഗ്യരായ ആളുകളെ ഒഴിവാക്കി ഒരു വ്യക്തിയെ മാത്രം തിരഞ്ഞെടുക്കുന്നത് ശരിയായ ഒരു രീതിയല്ല. ഈ ചോദ്യങ്ങൾ പതുക്കെ മുസ്ലിം സമൂഹത്തിലാകെ വ്യാപിച്ചു. എന്നാൽ മുആവിയ തൻ്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു. അദ്ദേഹം വിവിധ പ്രദേശങ്ങളിലെ നേതാക്കളുമായി ബന്ധപ്പെട്ടു, ഗവർണർമാർക്ക് നിർദ്ദേശം നൽകി. പലരും യസീദിനു വേണ്ടി ബൈഅത്ത് സ്വീകരിക്കാൻ തുടങ്ങി. പല സ്ഥലങ്ങളിലും അത് വിജയിച്ചു. പക്ഷേ ചില പേരുകൾ അദ്ദേഹത്തിന് മുന്നിൽ വലിയ വെല്ലുവിളിയായി ഉയർന്നു. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടി ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു. മറ്റു മക്കയിലെ പ്രമുഖ നേതാക്കൾ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, ഇവരും മറ്റു ചില പ്രമുഖരും യസീദിന് ബൈഅത്ത് നൽകാൻ തയ്യാറായില്ല. കാരണം അവർക്ക് ഒരു വ്യക്തിയെക്കുറിച്ചുള്ള പ്രശ്നം മാത്രമായിരുന്നില്ല, ഇസ്ലാമിക നേതൃത്വത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള പ്രശ്നമായിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. മുആവിയയുടെ ആരോഗ്യസ്ഥിതി വഷളായി തുടങ്ങി. അദ്ദേഹത്തിന് അറിയാമായിരുന്നു തൻ്റെ ജീവിതം അവസാനത്തിലേക്ക് അടുക്കുകയാണ്. അവസാന ദിവസങ്ങളിൽ അദ്ദേഹം വീണ്ടും ഒരു കാര്യത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു: യസീദിൻ്റെ അധികാരാരോഹണം. അവസാനം ഹിജ്റ 60-ാം വർഷം മുആവിയയുടെ ജീവിതം അവസാനിച്ചു. മുആവിയയുടെ മരണശേഷം തൻ്റെ മകൻ യസീദ് പുതിയ ഭരണാധികാരിയായി അധികാരത്തിലേക്ക് എത്തി. യസീദ് ഇപ്പോൾ ഭരണസിംഹാസനത്തിലേക്ക് കയറുകയാണ്. ദമസ്കസിലെ കൊട്ടാരത്തിൽ അധികാര കൈമാറ്റം നടന്നു. ഗവർണർമാർക്ക് സന്ദേശങ്ങൾ അയക്കപ്പെട്ടു. സൈനിക മേധാവികൾക്ക് നിർദ്ദേശങ്ങൾ നൽകി. ഉമയ്യദ് സാമ്രാജ്യത്തിൻ്റെ പുതിയ ഭരണാധികാരിയായി യസീദ് പ്രഖ്യാപിക്കപ്പെട്ടു. പക്ഷേ യസീദിന് അറിയാമായിരുന്നു സിംഹാസനത്തിൽ ഇരിക്കുന്നത് മാത്രം മതിയാകില്ലെന്ന്. മുസ്ലിം ലോകത്തിലെ പ്രധാന നേതാക്കളുടെ അംഗീകാരങ്ങൾ കൂടി വേണം, പ്രത്യേകിച്ച് ചില വ്യക്തികളുടെ. കാരണം അവർ സാധാരണ ആളുകളായിരുന്നില്ല, അവർ ജനഹൃദയങ്ങളിലെ നേതാക്കളായിരുന്നു. അവരിൽ പ്രധാനപ്പെട്ട പേര് ഇമാം ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പേരക്കുട്ടി, അഹ്ലുബൈത്തിൻ്റെ നേതാവ്. അദ്ദേഹം ബൈഅത്ത് ചെയ്താൽ മറ്റുള്ളവരും പിന്തുടരും. പക്ഷേ അദ്ദേഹം ബൈഅത്ത് ചെയ്യാൻ വിസമ്മതിച്ചാൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. അതിനാൽ യസീദ് തൻ്റെ അധികാരാരോഹണത്തിൻ്റെ ആദ്യ രാത്രിയിൽ തന്നെ ഒരു നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചു. മദീന ഗവർണറായ വലീദ് ഇബ്നു ഉത്ബക്ക് ഒരു രഹസ്യ കത്ത് അയച്ചു. ആ കത്തിൽ പറഞ്ഞിരുന്നത് വ്യക്തമായിരുന്നു: ഹുസൈൻ ഇബ്നു അലി, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ഇവരിൽ നിന്ന് ഉടൻ ബൈഅത്ത് സ്വീകരിക്കുക, കാലതാമസം അനുവദിക്കരുത്. ചരിത്രകാരന്മാർ പറയുന്നത് പോലെ സ്ഥിതി ഗുരുതരമാകുന്നതിന് മുമ്പ് അവരുടെ നിലപാട് ഉറപ്പിക്കാനായിരുന്നു ഈ ശ്രമം.
ആ കത്ത് മദീനയിലെത്തി. രാത്രി സമയം നഗരം ഉറങ്ങുകയായിരുന്നു. പക്ഷേ ഭരണകൂടത്തിൻ്റെ അകത്തളങ്ങളിൽ അസാധാരണമായ തിരക്കുകൾ ആരംഭിച്ചു. ഗവർണർ വലീദ് കത്ത് വായിച്ചു. അദ്ദേഹത്തിന് സ്ഥിതിയുടെ ഗൗരവം മനസ്സിലായി. ഇത് ഒരു സാധാരണ ഭരണകാര്യമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായിരുന്നു. അദ്ദേഹം ഉടൻ തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്താൻ ദൂതനെ അയച്ചു. ദൂതൻ രാത്രി തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലെത്തി. ആ അസാധാരണ സമയത്ത് വന്ന ഈ സന്ദേശം കണ്ടപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നി. അദ്ദേഹം ചുറ്റുമുണ്ടായിരുന്നവരോട് പറഞ്ഞു, മുആവിയ മരിച്ചിരിക്കാം എന്ന് ഞാൻ കരുതുന്നു. എത്ര കൃത്യമായ വിലയിരുത്തൽ! ഹുസൈൻ റളിയല്ലാഹു അൻഹു തൻ്റെ കുടുംബത്തിലെ ചില യുവാക്കളെ കൂട്ടി ഗവർണറുടെ കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. അവരോട് അദ്ദേഹം പറഞ്ഞു, ഞാൻ അകത്തേക്ക് പോകാം. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നിങ്ങൾ പുറത്തുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടി ഒരു ചരിത്ര നിമിഷത്തിലേക്ക് നടന്നു നീങ്ങുകയായിരുന്നു. കൊട്ടാരത്തിനുള്ളിൽ ഗവർണർ വലീദ് ഉണ്ടായിരുന്നു. അവൻ്റെ സമീപം മറ്റൊരാളും ഉണ്ടായിരുന്നു, മർവാൻ ഇബ്നുൽ ഹക്കം, യസീദിൻ്റെ ശക്തമായ പിന്തുണക്കാരൻ. ഹുസൈൻ റളിയല്ലാഹു അൻഹു അകത്ത് പ്രവേശിച്ചു. മുആവിയയുടെ മരണവാർത്ത അദ്ദേഹത്തെ അറിയിച്ചു. ശേഷം യസീദിൻ്റെ സന്ദേശം വായിച്ചു കേൾപ്പിച്ചു. യസീദിന് ബൈഅത്ത് നൽകുക. മുറിക്കുള്ളിൽ നിശബ്ദത നിറഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും അറിയാമായിരുന്നു, ഇത് ഒരു സാധാരണ അഭ്യർത്ഥനയായിരുന്നില്ല. ഇസ്ലാമിക ചരിത്രത്തിൻ്റെ ദിശ മാറ്റാൻ പോകുന്ന ഒരു ആവശ്യമായിരുന്നു അത്. ഹുസൈൻ റളിയല്ലാഹു അൻഹു ശാന്തമായി മറുപടി നൽകി, എന്നെപ്പോലെയുള്ള ഒരാൾ രഹസ്യമായി ബൈഅത്ത് ചെയ്യുകയില്ല. ജനങ്ങളുടെ മുന്നിൽ നടന്നാൽ മാത്രമേ അതിന് അർത്ഥമുള്ളൂ. അത് നേരിട്ടുള്ള നിരസനമായിരുന്നില്ല, പക്ഷേ ഉടനടി ബൈഅത്ത് നൽകാനുള്ള സമ്മതവുമല്ലായിരുന്നു. അപ്പോൾ മർവാൻ ഗവർണറോട് പറഞ്ഞു, ഇപ്പോൾ തന്നെ ബൈഅത്ത് വാങ്ങുക, അല്ലെങ്കിൽ അദ്ദേഹത്തെ വിട്ടയക്കരുത്. എന്നാൽ വലീദ് അതിന് തയ്യാറായില്ല. അദ്ദേഹത്തിന് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സ്ഥാനം അറിയാമായിരുന്നു. അവസാനം ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് മടങ്ങി. പക്ഷേ ആ രാത്രി ഒരു കാര്യം വ്യക്തമായി, മദീന ഇനി സുരക്ഷിതമല്ല. ഒരു വലിയ കൊടുങ്കാറ്റ് അടുത്തെത്തുകയാണ്. യസീദ് ബൈഅത്ത് ആവശ്യപ്പെട്ടു. ഹുസൈൻ റളിയല്ലാഹു അൻഹു വഴങ്ങുന്നില്ല. ഈ ഏറ്റുമുട്ടൽ ഇനി ഒഴിവാക്കാനാവില്ല. അടുത്ത ദിവസങ്ങളിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു മദീനയോട് വിട പറയേണ്ടി വരും. മദീനയിലെ ആ രാത്രികൾ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ഹൃദയഭേദക നിമിഷങ്ങളായി മാറാം. യസീദ് ബൈഅത്ത് ആവശ്യപ്പെടുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹു വഴങ്ങുന്നില്ല. ഇത് ഒരു ഏറ്റുമുട്ടലിനുള്ള സാധ്യതകൾ തെളിയുന്നു. അടുത്ത ദിവസങ്ങളിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു മദീന നഗരത്തോട് വിട പറയേണ്ടി വരും. ഗവർണറുടെ കൊട്ടാരത്തിൽ നിന്ന് മടങ്ങിയ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ഇപ്പോൾ സ്ഥിതിഗതികൾ വ്യക്തമായിരുന്നു. ഇത് ഒരു രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം മാത്രമല്ല, ഇത് സത്യവും അധികാരവും തമ്മിലുള്ള ഒരു പരീക്ഷണമായിരുന്നു. അടുത്ത ദിവസം മദീനയിലെ ജനങ്ങൾക്കിടയിൽ വാർത്ത പരന്നു, യസീദ് ഖലീഫയായിരിക്കുന്നു. പക്ഷേ ഹുസൈൻ റളിയല്ലാഹു അൻഹു ബൈഅത്ത് നൽകിയിട്ടില്ല. എല്ലാവരും അദ്ദേഹത്തിൻ്റെ നീക്കം എന്തായിരിക്കുമെന്ന് ഉറ്റുനോക്കി. കാരണം അദ്ദേഹം ഒരു സാധാരണ നേതാവല്ല. അദ്ദേഹം പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഹസനെയും ഹുസൈനെയും കുറിച്ച് പറഞ്ഞിരുന്നു, ഹസനും ഹുസൈനും സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കളാണ്. ഇപ്പോൾ ആ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒരു നിർണായക തീരുമാനത്തിൻ്റെ മുന്നിലായിരുന്നു. ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത് പ്രകാരം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് യസീദിനെക്കുറിച്ച് ചില ഗുരുതരമായ ആശങ്കകൾ ഉണ്ടായിരുന്നു. ഇത് ഒരു വ്യക്തിപരമായ കാര്യമല്ല, മുസ്ലിം സമൂഹത്തെ നയിക്കുന്ന വ്യക്തിയുടെ യോഗ്യതയെക്കുറിച്ചുള്ള ചോദ്യമായിരുന്നു. ഒരു ദിവസം മർവാൻ ഇബ്നുൽ ഹക്കം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. അദ്ദേഹം ഉപദേശിച്ചു, യസീദിന് ബൈഅത്ത് ചെയ്യുക, അതിൽ നിങ്ങൾക്ക് നന്മയുണ്ടാവും. പക്ഷേ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി മറ്റൊന്നായിരുന്നു. നമ്മൾ അള്ളാഹുവിനുള്ളവരാണ്, അവനിലേക്കാണ് മടങ്ങുന്നത്. യസീദിനെ പോലൊരാൾ ഭരണാധികാരിയായാൽ ഈ ഉമ്മത്തിന് വലിയ പരീക്ഷണം വന്നിരിക്കുന്നു. ആ വാക്കുകൾ മദീനയിൽ മുഴങ്ങി. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ നിലപാട് വ്യക്തമായിരുന്നു. അദ്ദേഹം ബൈഅത്ത് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ അദ്ദേഹം കലാപത്തിനോ യുദ്ധത്തിനോ ആഹ്വാനം ചെയ്തില്ല. അദ്ദേഹം ജനങ്ങളോട് ആയുധമെടുക്കാൻ പറഞ്ഞില്ല. അദ്ദേഹം ആഗ്രഹിച്ചത് സമാധാനമായിരുന്നു. എന്നാൽ അതോടൊപ്പം തൻ്റെ മനസ്സാക്ഷിക്കെതിരായി പ്രവർത്തിക്കാനും അദ്ദേഹം തയ്യാറായിരുന്നില്ല. അന്ന് രാത്രി ഹുസൈൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ഷരീഫിലേക്ക് പോയതായി ചരിത്രകാരന്മാർ പറയുന്നതായി കാണാം.
വല്യപ്പാൻ്റെ ഖബറിൻ്റെ അടുത്തിരുന്ന് ഒരുപാട് നേരം ദുആ ചെയ്തു. കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇനി തൻ്റെ ജീവിതം പഴയതുപോലെ ആയിരിക്കില്ലെന്ന്. അദ്ദേഹം ഒരു വഴിത്തിരിവിൻ്റെ മുന്നിലായിരുന്നു. ഒരു വശത്ത് സുരക്ഷിതത്വവും സമാധാനവും, മറ്റൊരു വശത്ത് സത്യത്തിനു വേണ്ടിയുള്ള പോരാട്ടം. ഹുസൈൻ റളിയല്ലാഹു അൻഹു രണ്ടാമത്തെ വഴി തിരഞ്ഞെടുക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. മദീനയിൽ സമ്മർദ്ദം വർദ്ധിച്ചു. യസീദിൻ്റെ ഭരണകൂടം ബൈഅത്തിനായി കൂടുതൽ ശക്തമായി ശ്രമിച്ചു. ഇപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ഒരു കാര്യം മനസ്സിലായി. മദീനയിൽ തുടരുന്നത് അപകടമാണ്. തന്നെ അറസ്റ്റ് ചെയ്യാനോ നിർബന്ധിത ബൈഅത്ത് വാങ്ങാനോ ശ്രമിക്കാം. അപ്പോൾ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. തൻ്റെ കുടുംബത്തെ ഒരുക്കാൻ തുടങ്ങി. സ്ത്രീകളും കുട്ടികളും യാത്രയ്ക്ക് തയ്യാറായി. സുഹൃത്തുക്കളും ബന്ധുക്കളും ഒത്തുകൂടി. മദീന വിടാനുള്ള സമയം അടുത്തിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്തിയുറങ്ങുന്ന സ്ഥലം, തൻ്റെ ബാല്യം, തൻ്റെ ഓർമ്മകൾ എല്ലാം വിട്ടു പോകേണ്ടി വരും. പക്ഷേ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിൽ ഒരു ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. സത്യമുപേക്ഷിച്ച് ജീവിക്കുന്നതിനേക്കാൾ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ് നല്ലത്. ആ തീരുമാനം അവസാനം കർബലയുടെ മണൽപ്പരപ്പിലേക്ക് അദ്ദേഹത്തെ എത്തിക്കും. പക്ഷേ അതിനു മുന്നേ ഒരു ഹൃദയം തകർക്കുന്ന യാത്ര ആരംഭിക്കാനിരിക്കുകയാണ്. മദീനയോട് വിട പറയുന്ന രാത്രി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയോട് വിട പറയുന്ന നിമിഷം. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത പാർട്ടിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരിക്കാം.